സംഘം ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ചെയ്തതായിട്ട് മുകേഷ് പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരാളെ കല്ലെടുത്തെറിയുന്നെന്ന് നോക്കിയപ്പോൾ ഭയങ്കര പ്രായമുള്ള നരച്ച താടിയൊക്കെ വെച്ച ഒരാൾ എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയുന്നു. മുകേഷ് പറഞ്ഞു, എന്താണെന്നറിയോ, ജഗദീഷിന്റെ വിദ്യാർത്ഥിയാണ്, ജഗദീഷിന്റെ പ്രായം മനസ്സിലാവില്ല, അവനെ എറിഞ്ഞു ഓടിച്ചാണ്. സത്യമാണ് എന്ന് പറഞ്ഞാ ഒരു കാര്യമില്ല. ഈ ഒരു വള്ളത്തിൽ വരുന്ന ഒരാള് കംപ്ലീറ്റ് നരച്ച ഒരാൾ ഇങ്ങനെ വള്ളത്തിൽ വരുമ്പോഴത്തേക്ക് ജഗദീഷ് അവിടെ നിന്നുണ്ട്. ഞാൻ ദൂരെ നോക്കുന്നത് ഈ ഒരു പാവപ്പെട്ട ഒരാള് വള്ളത്തിൽ വരുന്നത് കുട്ടനാട്ടാണ്, പോകണ്ടാന്ന്. അയാൾ പോയി തിരിച്ച്. അപ്പോൾ ഒരു 250 റുപ്പീസ് ഇറക്കി വേറെ വള്ളത്തിൽ അയാളെ ഇനി വരുത്തി. ക്യാഷ് എല്ലാം ഉണ്ട്, ചുമ്മാ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. അയാളെ വിളിച്ചൊരു ഇതെന്ത് ജഗദീഷ് പോന്ന് പറഞ്ഞു, അതെന്റെ സാറാ. അല്ല, ഇതില് ഇത് റിയാലിറ്റി ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, ഫാന്റസി ആയിക്കോട്ടെ, എന്തുകൊണ്ടായിക്കോട്ടെ, ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ വിദ്യാർത്ഥി കുട്ടനാട് എന്ത് ചെയ്യുന്നു? ഞാൻ കോമേഴ്സ് പഠിപ്പിക്കുന്ന ഒരാള് കുട്ടനാട് എന്ന് ഇവിടെ വന്ന് MG കോളേജിൽ എന്തിനു പഠിച്ചു, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുക. അല്ല അതെന്താണെന്നറിയോ, ഈ MG കോളേജിൽ കോമേഴ്സ് പഠിച്ചിട്ട് ഒരു ലക്ഷം കിട്ടില്ല, അവസാനം കുട്ടനാട് പോയി വള്ളം തുഴഞ്ഞ് ജീവിക്കുക. പക്ഷെ വേറെ കാര്യമുണ്ട്. ജഗദീഷിന്റെ ക്ലാസ്സിനെ പറ്റി ഭയങ്കര അഭിപ്രായമുണ്ട്. ജഗദീഷിന്റെ കുറെ സ്റ്റുഡൻസ് ഇങ്ങനെ നരച്ചൊന്നുമല്ല, കുറച്ച് പേര് വാർദ്ധക്യ സഹജമായി അസുഖം മൂലം മരിച്ചെന്നും കേട്ടു സ്റ്റുഡൻസ്. കാലം കുറെ ആയില്ലേ. പക്ഷെ ശരിക്കും കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജഗദീഷ് സാറ് അങ്ങോട്ട് പോയത് അവിടെ ഒരു നഷ്ടമാണെന്ന് പറഞ്ഞു. നല്ല ക്ലാസ് അല്ല, ഇത് പറയുമ്പോ ഇന്നസെന്റ് പറഞ്ഞാ, നീ ഇപ്പൊ ഇത് നന്നായിടാ, ഇല്ലെങ്കിൽ ആ പിള്ളേരുടെ ഭാവി എന്തായാലും എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആണെന്നാണ് ഇന്നസെന്റ്. അല്ല, ഇപ്പൊ നമ്മള് ഹരിഹർനാഥന്റെ കാര്യം തന്നെ എടുക്കുക. ഹരിഹർനാഥന്റെ ആയാലും മറ്റു സിനിമകൾ നോക്കിയാലും എപ്പോഴും ഈ വിഡ്ഢി കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുക. ഏറ്റവും മണ്ടത്തരങ്ങൾ പറയും, ഏറ്റവും ഒറ്റയ്ക്ക് വന്നപ്പോൾ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കത്തക്ക മണ്ടത്തരം പറയുന്ന ആളാണ്. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാനല്ലേ, അല്ലേ? ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അതല്ല ശ്രദ്ധിക്കുക, ബുദ്ധിമാനല്ല ഞാൻ, ബുദ്ധിമാനെ അല്ലല്ല, ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളാണ്. ഏറ്റവും ഇത് ഞാനിത് ഇവിടെ പറയണമെന്ന് വെച്ചാൽ പലർക്കും ഇത് അറിയില്ല. ഞാനിത് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളോട് പറയണ കേൾക്കും, ഈ ജഗദീഷ് ഇങ്ങനെ തന്നെയാണ് ശരിക്ക്. ഞാൻ ജഗദീഷിന് പിന്നെ സാറാണെന്നൊക്കെ എല്ലാവരോടും എന്നെ അടിച്ചില്ലെന്ന്. ജഗദീഷിന്റെ കോളേജ് അധ്യാപനം ആരും വിശ്വസിക്കില്ല. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളാണ്, അത് റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള ആളാണ്, വലിയ ഉദ്യോഗ പദവിയിൽ ന്നിട്ടുള്ള ആളുകളെന്നൊക്കെ പറയുമ്പോൾ ആഹാ എന്ന് ചോദിക്കുവാണല്ലോ. അപ്പോൾ അത് നമ്മൾ ജഗദീഷിനെ ഇരുത്തി തന്നെയാണ് അത് പറയുന്നത്. ജഗദീഷിനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വയസ്സ് ഈ പറഞ്ഞ പോലെ ഒരുപാടുണ്ടെങ്കിലും ശരി, വളരെ പയ്യനായിട്ടാണ് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ. അല്ല, അത് ക്രെഡിറ്റ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പ്രായം, ഞാൻ പലപ്പോഴും പറഞ്ഞു, പ്രായം എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും 4 പേരും കൂടെ ഈ ലക്ഷ്മി റായിടുത്ത് നമ്മൾ പറഞ്ഞു ഈ പ്രായത്തിൻ്റെ കാര്യം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി റായിടുത്ത് നമ്മളെല്ലാവരും കൂടെ സംഘടിതമായി പറഞ്ഞു, പ്രായം എന്നുള്ളൊരു വിഷയമേ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എത്രയെന്ന് തോന്നുന്നു, ഹൗ ഡു യു ഫീൽ, വാട്ട് ഡു യു ഫീൽ, ദാറ്റ് ഈസ് അവർ ഏജ്. അപ്പോൾ അവർ പറഞ്ഞു, ഐ തിങ്ക് യു ആർ വെരി യങ്. ഞാൻ പറഞ്ഞു അതാണ്. ഇൻ ഹരിഹർ നഗർ തുടങ്ങി ടു ഹരിഹർ നഗർ വന്നതിന് ശേഷം എത്ര ഗീതാ വിജയനും ലക്ഷ്മി റായും വന്ന് പോയി, ഇതിങ്ങനെ ഇവിടെ നിൽക്കണില്ല. അതല്ലേ ഏറ്റവും വലിയ കാര്യം. അതിന്റെ ഒരു പിന്നെ ആളുകൾക്ക് മടുക്കാതെ ആളുകളെ ഹരിഹർ നഗറിൽ ഈ പ്രായത്തിനെ അതിജീവിക്കുക എന്നുള്ള ഒരു ചലഞ്ചായിട്ട് ഈ ക്യാരക്ടേഴ്സിനെ വിട്ട് ഏറ്റെടുപ്പിച്ചത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? പിന്നെ ഒരു ടെസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞാല് ഈ മണ്ടത്തരം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്ഷൻ, ഞാൻ പറഞ്ഞില്ല, എന്നെ സ്വയം ഒരു വലിയ ബുദ്ധിമാനെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ ഇഷ്ടമല്ല, അതിവിനെയും കൊണ്ട് പറയല്ല. പക്ഷേ ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മണ്ടത്തരത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഈ ഹരിഹർ നഗറിൽ ഈ അപ്പുക്കുട്ടൻ്റെ അടുത്ത് നിങ്ങൾ 3 പേരും, ഒന്ന് സിദ്ദിഖ് എന്ന നിലയിലും മുകേഷ് എന്ന നിലയിലും അശോകൻ എന്ന നിലയിലും ഒരു വാത്സല്യം തന്നിട്ടുണ്ട്. 2 ഈ ക്യാരക്ടേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഒരു സ്നേഹവും വാത്സല്യം അപ്പുക്കുട്ടനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അത് ഫസ്റ്റ് ഹരിഹർ നഗറിലും ഉണ്ടായിട്ടുണ്ട്, സെക്കൻഡിലും. അത് എൻ്റെ ക്യാരക്ടറിനെയും എൻ്റെ പെർഫോമൻസിനെയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ടീം വർക്കാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കാറുള്ള സംഭവമാണ്. ഇപ്പം ഈ ജഗദീഷിൻ്റെ നമ്മളിപ്പോൾ 4 പേര് ഒരുമിച്ച് അവർക്ക് എത്രയും സീനുകളുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിങ്ങനെ എന്താണ് മറ്റേ ആ ഡയലോഗുണ്ടല്ലോ, പൂക്കട ചെന്നിട്ടുള്ള സംഭവങ്ങൾ. ഒറ്റയ്ക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തേ ഒറ്റയ്ക്ക് വന്നപ്പോ ആ കുട്ടി തനിച്ചായിരുന്നു അശോകൻ അഭിനയിച്ചപ്പോ അശോകൻ അത്ര കോൺസെൻട്രേറ്റ് ഇല്ല. സിനിമയിൽ കണ്ടു അശോകൻ അത് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് എത്ര സത്യത്തിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച സീനാണ്, എനിക്ക് എത്ര കണ്ടാലും ചിരിക്കുകയാണ്. അതുപോലെ മറ്റേ ഞാനായിരുന്നു, അത് ഞാൻ മായ എന്താണ്, ഞങ്ങളിൽ ഒരാളായിരുന്നു, അത് ഞാനായിരുന്നു.